ഫ്ലവേഴ്സ് ആൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസവും ഒരു പുതിയ ഇല, പുതിയ ആരോഗ്യം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കർക്കിടക ചാലഞ്ച് ഇലക്കറി. ഇന്ന് കൊടിത്തുവ ഇലക്കറിയാണ്. അപ്പോൾ ഇലക്കറി ചാലഞ്ച് ഒന്നാമത്തെ ദിവസം. ഈ കൊടിത്തുവയ്ക്ക് ചൊറിയണം, കഞ്ഞിത്തുവ എന്നെല്ലാം പേരുകളുണ്ട്. സാധാരണയായി കർക്കിടകത്തിൽ 10 തരം ഔഷധ ഇലകൾ ചേർത്ത ഒരു കൂട്ട് പരമ്പരാഗതമായി ഒരുമിച്ച് ചേർത്താണ് പത്തിലത്തോരനും മറ്റും ഉണ്ടാക്കാറുള്ളതെങ്കിലും ഓരോ ദിവസവും വ്യത്യസ്ത ഇലകൾ ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിൽ വൈവിധ്യവും പോഷകങ്ങളുടെ വ്യത്യസ്ത ഗുണങ്ങളും ലഭ്യമാക്കുന്നു. കൊടിത്തുവ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഇലക്കറി ചാലഞ്ച് സൂപ്പർ ആക്കാം. ഇത് പറിക്കുമ്പോൾ ചൊറിയൊക്കെ ചെയ്യും, പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഗ്ലൗസ് ഒന്നും ഇടില്ല. കത്രിക കൊണ്ട് ഇങ്ങനെ പതുക്കെ എടുത്താലും മതി. എങ്ങനെയായാലും കയ്യുമൊക്കെ ഒന്ന് തട്ടും. പക്ഷേ ഈ ചൊറിച്ചിലൊന്നും ഒരു ചൊറിച്ചിലല്ല. ഈ ചൊറിയുമെങ്കിലും രക്തം ശുദ്ധീകരിക്കാനും ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളാനും സഹായിക്കുന്നു. ചൊറിയാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയാൽ മതി, അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടാൽ മതി. മഴക്കാലമായതുകൊണ്ട് പുഴുക്കൾ ഉണ്ടാകും. ഒലുമ്പി കഴുകിയെടുക്കണം. കൂടുതൽ ചെറിയ ഉള്ളി തൊലി കളഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞത്, പിന്നെ കുറച്ച് കാന്താരി മുളകും, കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കാന്താരിയും കൂടി കല്ലിലൊന്ന് ചതച്ചെടുത്തു. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ചതച്ചു വെച്ച ഉള്ളിക്കൂട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും കൂടി ഇട്ട് വഴറ്റാം. ഒന്നിട്ട് വാടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അത് കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത്. ഒന്ന് വേവണ്ടേ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഴുകി വെച്ച ഇലകളിടാം. ഈ കഞ്ഞിത്തുവ ദഹനം മെച്ചപ്പെടുത്താനും വയറിളക്കം, ഛർദി എന്നിവയ്ക്ക് പരിഹാരമായും ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഉപ്പാൻ്റെ ഉമ്മ ഉണ്ടല്ലോ, വല്യമ്മ, എന്നും ഓരോ ഇലക്കറിയായിരിക്കും ഉണ്ടാക്കുക. അത് ഈ വെക്കുന്ന പോലെയാണ് ഉണ്ടാക്കുക. കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതുപോലെ അങ്ങോട്ട് ചതച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കുക, ഉപ്പിടുക, ഇലയിടുക, വാങ്ങി വയ്ക്കുക, കഴിഞ്ഞു. എന്നിട്ട് ഒരു 11 മണിക്കൂർ കഞ്ഞിണ്ട്. അതിലേക്ക് എന്നും ഇലക്കറിയാണ് വല്യമ്മ കൂട്ടിയിരുന്നത്. അത് തകരായിരിക്കാം, പയറിൻ്റെലായിരിക്കാം, ചാളായിരിക്കാം, പലതും ഞങ്ങളും കൂടി വല്യമ്മൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ട്. അവർ ഇന്നത്തെ പോലെ ഇതിൻ്റെ ഗുണങ്ങളോ ഒന്നും അറിഞ്ഞിട്ടല്ല ദിവസവും കഴിച്ചിരുന്നത്. നമ്മളിതൊന്നും ഉണ്ടാക്കി കഴിക്കാറില്ല. ബ്രോസ്റ്റിൻ്റെയും അൽഫാമിൻ്റെ ഒക്കെ കൂടെ അങ്ങോട്ട് പോകും. ചൊറിയണം എന്താ അറിയോ, വേഗം പോകും. നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ അതിലിട്ടാൽ കഴിക്കാൻ നല്ല സുഖമായിരിക്കും. പറിക്കുമ്പോൾ ചൊറിയുന്ന പോലെ കഴിക്കുമ്പോൾ ചൊറിയില്ല കേട്ടോ. അത് നിങ്ങൾ ഉണ്ടാക്കി തന്നെ നോക്കണം. നല്ല സോഫ്റ്റാണ്. ഇതിൽ ചേർക്കുന്ന കാന്താരിക്കും ചെറിയ ഉള്ളിക്കും വെളുത്തുള്ളിക്കും പല ഗുണങ്ങളുമുണ്ട്. അപ്പോൾ ചൊറിയണം എന്ന കഞ്ഞിത്തുവ ആരോഗ്യകരമായ ഒരു വിഭവം തന്നെ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കർക്കിടക ഇലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചോറിൽ കൂട്ടിയാണ്ട് കഴിച്ചാൽ മതി. കൊടിത്തുവ മുതൽ ചേമ്പില വരെ ഈ കർക്കിടകം ഇലകളുടെ സീസൺ. ഓരോ ദിവസവും ഒരു പുതിയ ഇല, പുതിയ ആരോഗ്യം. ഒന്നാം ദിവസത്തെ കർക്കിടക ചാലഞ്ച്. നാളെ മറ്റൊരു ഇലക്കറിയുമായി വീണ്ടും കാണാം.